നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മാൻ. മാന്റെ അടുത്ത് ഇരിപ്പുണ്ട്. 2 പേരുണ്ട്, 3 പേരുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഐ ആം സിദ്ധാർത്ഥ്. ഫ്രണ്ട്സ്, നമ്മളിന്ന് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ക്ലോസ്ഡ് ആയിരുന്നു. ടൈമിംഗ് നമ്മൾ ചെന്ന സമയമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും പോയി. സോ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചത് നാഗർഹോലെ ടൈഗർ റിസർവ് ആണ്. ഇവിടെ നിന്നാണ് നാഗർഹോലെ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കർണാടകയാണ് സ്റ്റേറ്റ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ 18 കിലോമീറ്റർ ഉൾക്കാട്ടിലൂടെ സഞ്ചരിക്കണം. ഇതാണ് പാസ്. നമ്മൾ പാസ് എടുത്തതിന് ശേഷം വേണം ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ. പാർക്കിംഗ്, നോ ഫോട്ടോഗ്രാഫി, നോ ലിറ്റർ, നോ ഫീഡിംഗ്. ₹1000 ഫൈൻ ഫോർ വയലേഷൻ. നാഗർഹോളി ടൈഗർ റിസർവ്. ഇത് 18 കിലോമീറ്റർ ഉൾക്കാട്ടിലുള്ള യാത്രയാണ്. വണ്ടി കിടക്കാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് ഇടാൻ പറ്റത്തില്ല, ഹോണ്ടിക്കാൻ പറ്റത്തില്ല. നോക്കാം ഫ്രണ്ട്സ്. നമ്മൾ ഫസ്റ്റ് സൈറ്റ് ചെയ്തേക്കുന്ന മാങ്കുഞ്ഞാണ്. ഇത് നമ്മളെ കണ്ടുകൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്. ഇതുവരെ പോയിട്ടില്ല. കണ്ടില്ലേ? ഫ്രണ്ട്സ്, നമ്മൾ ആനയെ കണ്ടിരിക്കുകയാണ്. അയ്യേ, തൂങ്ങിയടി ചോദിച്ചു ചെയ്ത് അങ്ങനെ കാണുന്നു. അവിടെ തീറ്റുവാണ്. ഫോണിൽ കണ്ടോ? നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് നാഗർഹോലെ ടൈഗർ റിസർവിൻ്റെ വാഹനമാണ്. ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന വാഹനമാണ്. വൈൽഡ് സഫാരിക്ക് വേണ്ടി വേറെ 2-3 വണ്ടികളും കൂടെ അവർക്കുണ്ട്. ഞങ്ങളെന്തായാലും നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാനാണ് തീരുമാനിച്ചത്. ഈ മാനുകളെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇരുന്ന് തന്നെയാണ് കാണുന്നത്. കുഞ്ഞു മാനുണ്ട്. ഏത് പക്ഷിയാണെന്ന് ഏതൊരു കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഒരു പാമ്പ് ക്രോസ് ചെയ്ത് പോകുന്നത്. അത് ഏത് പാമ്പാണെന്ന് നമുക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അവനങ്ങ് കടന്നുപോയി. ഈ പാമ്പിൻ്റെ പേരറിയാവുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടണേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കുകയാണ്. ഇവിടെ ഹുസൂർ 28, മൈസൂർ 28, ചിലിക്കോട്ടെ 2, ഹാൻഡ് പോസ്റ്റ് 24 കിലോമീറ്റർ, കബനി 45 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് 2 സിംഹവാല കുരങ്ങനെ കണ്ടത്. കൂട്ടത്തിൽ 2 മാനുകളും ഉണ്ടായിരുന്നു. അവർ ഫ്രണ്ട്സാണെന്നാണ് തോന്നുന്നത്. മരത്തിൻ്റെ മുകളിലും ഒരു സിംഹവാല ഇരിപ്പുണ്ടായിരുന്നു. ടോട്ടൽ 3 കുരങ്ങന്മാരുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഫ്രണ്ട്സ് 2 പുള്ളിമാനുകളും നമ്മൾ കൂടെ കണ്ടു. അവർക്കിടയിൽ ഒരു വഴക്കുമില്ല. നമ്മുടെ മനുഷ്യരെക്കാളും വളരെ സ്നേഹപരമായിട്ട് അവർ ഇവിടെ കാട്ടിൽ ജീവിക്കുന്നു. ഗൈസ്, നമ്മൾ കരടിയെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, 3 കരടി. എൻ്റെ പൊന്നെ, എൻ്റെ ദൈവം. എൻ്റെ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കരടിയെ സ്പോട്ട് ചെയ്തത് ഇവിടെ. ഓ മൈ ഗോഡ്, ഏറ്റവും ഡേഞ്ചറസ്. അയ്യോ, കരടിയുടെ ഗൈസ്, ഈ കരടികളെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. തോൽപ്പെട്ടി ഭാഗത്ത് കരടികളുണ്ടെന്ന് ഓൾറെഡി എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ നാഗർഹോലെ ഭാഗത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വൈഫാണ് വണ്ടി ഓടിച്ചത്. പാറു ഓടിച്ച സമയത്താണ് നമുക്കിത് കാണാൻ പറ്റിയത്. ഞാൻ ഓടിച്ച സമയത്ത് ജസ്റ്റ് മാനുകളും അതുപോലെ തന്നെ മയില് അങ്ങനെയൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഡേഞ്ചർ സാധനത്തിനെ സ്പോട്ട് ചെയ്യുന്നത്. കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ഏത് മൃഗമാണെന്ന് ആരോട് ചോദിച്ചാലും കരടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 കരടിയാണ് നമ്മൾ കൺമുന്നിൽ കണ്ടത്. ആ 3 കരടികൾ ഒരുമിച്ച്, എനിക്ക് ഏകദേശം ഒരേ പ്രായമുള്ള കരടികളാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. എന്താണത് ചെയ്യുന്നത് നമുക്കറിയാൻ ഒരു ആകാംക്ഷയുണ്ടല്ലോ.
സോ ഞങ്ങൾ കുറേ നേരം ആ കരടികളെ നോക്കി ഇങ്ങനെ ഇരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്, ആരെയും ഒരു പേടിയില്ല. അപ്പോൾ റോഡ് സൈഡിൽ കൂടെ ഒരു 2 വണ്ടിയോളം പോയി. 2 വണ്ടികളും മൈൻഡ് ചെയ്യാതെയാണ് കരടിക്കുട്ടന്മാരവിടെ നിൽക്കുന്നത്. 3 പേരും 3 സ്ഥലത്തായിട്ട് നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇലകളും ഒക്കെ ഭക്ഷിക്കുന്നുണ്ട്. നമുക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. എന്തായാലും ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തോട്ട് പോകാൻ നമ്മൾ തുനിയില്ല. നമ്മൾ വണ്ടി വളരെ മാറ്റി നിർത്തി വളരെ സുരക്ഷിതമായിട്ട് തന്നെ അതിനെ കണ്ടു. ഒരു ഒടിഞ്ഞ മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പുള്ളിക്കാരൻ നഖവിട്ട് നന്നായിട്ട് മാന്തുന്നുണ്ടായിരുന്നു. എന്തായാലും കാട്ടിലെ ഏറ്റവും വലിയ ഡേഞ്ചർ ഒരു മൃഗത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത്. ഏത് നിമിഷവും നമ്മുടെ വണ്ടിക്ക് എടുത്തിട്ട് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് അക്രമകാരികളാണ് കരടികളെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. കണ്ടാൽ ടെഡി ബിയർ കൂട്ട് ഇരിക്കുമെങ്കിലും നമുക്ക് ഇതെന്ത് എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര അപകടകാരികളാണ്. സോ വഴിയിൽ ആരും വണ്ടി പോലും നിർത്തുന്നില്ല, നമ്മൾ മാത്രം നിർത്തിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വണ്ടി എടുത്ത് പെട്ടെന്ന് പോകുമായിരുന്നു. പിന്നെ ഇത് മാൻകൂട്ടങ്ങളാണിത്. നമുക്ക് ക്രോസിംഗ് ആയിട്ടൊരു മാനൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു മാൻകൂട്ടമാണ്. പിന്നെ കുറേ അധികം മാനുകൾ ഇറങ്ങിയിട്ടുണ്ട്. മാനുകളെ കണ്ട് നമ്മൾ മടുത്തു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കരടി കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മുടെ ഡേ വർത്തായി. അവളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി, അമ്മയും ഹാപ്പിയായി. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്, അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് തിരിച്ച് ഇനിയും ചുരമിറങ്ങി വരാനായിട്ട്. വയനാട് റൂട്ടാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കൺമുന്നിലാണ് മയിൽ പെട്ടിട്ടുണ്ട്. നല്ല 3 മയിലുകൾ. കാട്ടിലെ മയിലിൻ്റെ കളർ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ മയിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കളർ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാട്ടിലെ മയിലിൻ്റെ നല്ല കളറാണ്. അതുപോലെ തന്നെ മാൻകൂട്ടങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ വഴി നമ്മളെ വിടാതെ നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 എണ്ണം ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം. 6 എണ്ണം ക്രോസ് ചെയ്തു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ഓടുന്നു. നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഓടുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പേടിച്ചിട്ടാണ്. എന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ പതുക്കെ പുറകിൽ വണ്ടിയിലിങ്ങനെ പോയി. ഞാൻ ആദ്യം ഓർത്തത് മ്ലാവാണെന്നാണ്, പക്ഷേ മ്ലാവല്ലായിരുന്നു. അതും ഒരു പൊള്ളിമാനായിരുന്നു. കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ കാണാം. ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽപ്പുണ്ട്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റായിരുന്നു ഇത്, നമ്മൾ കയറിപ്പോയ ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മൾ ആ പാസ് കൊടുത്ത് വേണം തിരിച്ചിറങ്ങാനായിട്ട്. അവിടെ ആ പാസ് കൊടുത്ത് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. ഇതുപോലത്തെ അടിപൊളി വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.